പ്രൈസ് ദി ലോർഡ്. വേഗം വരുന്നവനായ നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എൻ്റെ സ്നേഹവന്ദനങ്ങളെ ഞാൻ അറിയിക്കുന്നു. യെശയ്യാ പ്രവചനം 6-ാം അധ്യായം 8-ാം വാക്യം. അനന്തരം ഞാൻ ആരെ അയക്കേണ്ടു, ആർ നമുക്ക് വേണ്ടി പോകും എന്ന് ചോദിക്കുന്ന കർത്താവിൻ്റെ ശബ്ദം കേട്ടിട്ട് അടിയനിതാ, അടിയനെ അയക്കണമേ എന്ന് ഞാൻ പറഞ്ഞു. ഹല്ലേലൂയ. കർത്താവിൻ്റെ നാമവുമായി, കർത്താവിൻ്റെ വചനവുമായി പോകുവാൻ ഈ കാലഘട്ടത്തിലും ദൈവം നമ്മെ ഓരോരുത്തരെയും തിരയുകയാണ്. കർത്താവിന് വേണ്ടി ഇടിവിൽ നിൽക്കുവാൻ, കർത്താവിൻ്റെ വചനത്തെ ഉയർത്തുവാൻ ചിലരെ കർത്താവിന് ആവശ്യമുണ്ട്. പാപത്താൽ അകപ്പെട്ട ചിലരെ വിടുവിക്കാൻ, ശത്രു കവർച്ചയായി കൊണ്ടുപോയ ചിലരെ വിടുവിക്കാൻ, ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ ഞാനൊരു പുരുഷനെ അന്വേഷിക്കുന്നു, കണ്ടില്ല താനുമെന്ന് യെസക്കേൽ പ്രവചനത്തിൽ പറയുന്നത് പോലെ ഇന്ന് രാവിലെയും കർത്താവ് ചിലരെ അന്വേഷിക്കുന്നു. ഇടിവിൽ നിന്ന് പ്രാർത്ഥിക്കാൻ, ചിലർക്ക് വേണ്ടി പക്ഷപാതം ചെയ്യാൻ, ചിലരോട് ദൈവത്തിൻ്റെ വചനത്തെ അയക്കാൻ കർത്താവിന് ചിലരെ വേണം. മത്തായിയുടെ സുവിശേഷം 28-ാം അധ്യായം 20-ാം വാക്യത്തിൽ കർത്താവ് ഇപ്രകാരം പറയുന്നു: അനന്തരം നിങ്ങൾ പുറപ്പെട്ട് പിതാവിൻ്റെയും പുത്രൻ്റെയും പരിശുദ്ധാത്മാവിൻ്റെയും നാമത്തിൽ സകല ജനത്തെ സ്നാനപ്പെടുത്തി ശിഷ്യരാക്കി അവരോട് ദൈവവചനം അറിയിക്കാൻ കർത്താവ് നമ്മെ പഠിപ്പിക്കുന്നു. കർത്താവിന് വേണ്ടി വചനവുമായി പോകുവാൻ കർത്താവിന് നമ്മെ ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് അപ്പസ്തോലനായ പൗലോസ് തിമോത്തിയോസിനോട് ഇങ്ങനെ എഴുതിയിരിക്കുന്നത്: സമയത്തിലും അസമയത്തിലും ദൈവത്തിൻ്റെ വചനം പറയാൻ പ്രസംഗിപ്പാൻ നീ ഒരുങ്ങിയിരിക്കണം. പ്രിയരെ, ഇന്ന് പകൽക്കാലവും നമ്മെക്കുറിച്ചും ദൈവം ആഗ്രഹിക്കുന്നത് അതാ. നാം സമയത്തിലും അസമയത്തിലും, എല്ലാ കാലഘട്ടത്തിലും, എല്ലാ സമയത്തിലും കർത്താവിനെക്കുറിച്ച് പറയാൻ നാം ഒരുങ്ങിയിരിക്കണം. നിങ്ങൾക്കറിയാമല്ലോ, ഉത്തമഗീതത്തിൽ ഒരു ചോദ്യമുണ്ട്: നിൻ്റെ പ്രിയന് എന്ത് വിശേഷത? ഹല്ലേലൂയ. ഉത്തമഗീതം 5:10 ആ ഒരു ചോദ്യം ശൂലേമിയോട് ചോദിക്കുമ്പോൾ ശൂലേമി ഉത്തരം പറയുന്നത് നിർത്താതെ തൻ്റെ പ്രിയനെക്കുറിച്ച് വർണ്ണിക്കുക. എൻ്റെ പ്രിയൻ 10,000-ങ്ങളിൽ അതിശ്രേഷ്ഠൻ, അവൻ വെണ്മയും ചുമപ്പുമുള്ളവൻ. അങ്ങനെ തൻ്റെ പ്രിയനെക്കുറിച്ചുള്ള വലിയ വിവരണങ്ങൾ ശൂലേമി പറയുന്നത് നമുക്ക് വായിക്കാൻ സാധിക്കും. പിന്നെ ആ 5-ാമത്തെ അധ്യായത്തിൽ മറ്റാർക്കും പറയാൻ, ഉത്തരം പറയാൻ, ചോദ്യം ചോദിക്കാൻ അവസരം കൊടുക്കാതെ ശൂലേമി തൻ്റെ പ്രിയനെക്കുറിച്ച് വിവരിക്കുന്നു. ഇന്ന് രാവിലെയും നിങ്ങളോട് ഈ ചോദ്യം ചോദിക്കുമ്പോൾ നിങ്ങളുടെ കർത്താവിനെക്കുറിച്ച് പറയാൻ നിങ്ങൾക്ക് സാധിക്കുമോ? നമുക്കും യെശയ്യാവിനെക്കുറിച്ചൊരു അനുഭവം വേണം. യെശയ്യാവ് ആ ജീവിതത്തിൽ കടന്നുപോയ സാഹചര്യങ്ങൾ, യെശയ്യാവിൻ്റെ ആശ്രയം, യെശയ്യാവിൻ്റെ പ്രത്യാശ, ഇതൊക്കെ യെശയ്യാവിനെ കർത്താവിൻ്റെ വേലയ്ക്ക് വേണ്ടി വേർതിരിച്ചു. ഉത്തമഗീതത്തിൽ ശൂലേമിയുടെ ഈ ചോദ്യം കേട്ടിട്ട് 6-ാം അധ്യായം 1-ാം വാക്യത്തിൽ കേട്ടു നിന്നവർ പറഞ്ഞു: എനിക്കും നിൻ്റെ പ്രിയനെ കാണണം, എനിക്കും നിൻ്റെ പ്രിയൻ്റെ പിന്നാലെ വരണം എന്ന് കേട്ടു നിന്നവർ പറഞ്ഞു. ഇന്ന് രാവിലെയും നമ്മെ കേൾക്കുന്നവർ, നമ്മെ ശ്രദ്ധിക്കുന്നവർ, നമ്മെ അറിയുന്നവർ കർത്താവിനെ അറിയുവാൻ ഇടവരണം, കർത്താവിനെക്കുറിച്ച് ചോദിപ്പാൻ ഇടവരണം. അതായിരിക്കട്ടെ നമ്മുടെ പ്രാർത്ഥന. യെശയ്യാവ് 6-ാം അധ്യായത്തിൽ പറയുന്ന 1-ാമത്തെ കാര്യം, താൻ ഉയർന്നും പൊങ്ങിയുമുള്ള സിംഹാസനത്തിലിരിക്കുന്ന കർത്താവിനെയാണ് കാണുന്നത്. ഉസിയ രാജാവ് മരിച്ച ആണ്ടിൽ താൻ കാണുന്നത് തനിക്ക് എന്തെങ്കിലുമൊക്കെ പൊളിറ്റിക്കൽ കണക്ഷനുള്ള, ബന്ധമുള്ള ഒരു രാജാവ് മാറ്റപ്പെട്ടപ്പോൾ ആ ദുഃഖത്തിലല്ല താൻ ഇരിക്കേണ്ടത്. താൻ കാണുന്നത് ഉയർന്നിരിക്കുന്ന സിംഹാസനത്തിൽ നമ്മുടെ കർത്താവിനെ കാണുന്നു. മറ്റെന്തിനേക്കാട്ടിലും 1 മുതൽ 5-ാമത്തെ അധ്യായം വരെ ചുറ്റുപാടുമുള്ള അകൃത്യവും പ്രശ്നവും പാപവും കണ്ടെങ്കിൽ ഇപ്പോൾ താൻ കാണുന്നത് ഉന്നതനും ഉയർന്നിരിക്കുന്നവനുമായ കർത്താവിനെ അത്രേ. കർത്താവിനെ മാത്രമല്ല, ആ കർത്താവിനെ സാറാഫുകൾ 2 കൊണ്ട് മുഖം മൂടി, 2 കൊണ്ട് പാദം മറച്ച്, 2 കൊണ്ട് പറന്നുകൊണ്ട് അവർ സൈന്യങ്ങളുടെ ദൈവം പരിശുദ്ധൻ പരിശുദ്ധൻ എന്ന് പറഞ്ഞ് ആരാധിക്കുന്ന വലിയ ദൈവത്തെ താൻ കാണുന്നു. ആ ദൈവത്തിന് മുമ്പാകെ നിൽക്കുന്ന സറാഫുകൾ വളരെ സൗന്ദര്യമുള്ളവരെന്ന പല ചരിത്രകാരന്മാരും പല ബൈബിൾ പണ്ഡിതന്മാരും പറയുന്നത്. എന്നാൽ വേറെ പുസ്തകം പറയുന്നു, അവർ തങ്ങളുടെ സൗന്ദര്യത്തിൻ്റെ ആ മുഖത്തെ മറച്ച്, തൻ്റെ കാലുകളെ മറച്ച് ദൈവമുമ്പാകെ പറന്നുകൊണ്ട് ഒരുത്തനോട് പറയുന്നത്, നാം കാണുന്ന ഉയർന്നിരിക്കുന്ന ഈ ദൈവം
അവനാ പരിശുദ്ധൻ, അവനോടൊപ്പം പറയാൻ ആരുമില്ല. ഒരുത്തനോട് പറയുന്നു അവൻ പരിശുദ്ധൻ, പരിശുദ്ധൻ, പരിശുദ്ധൻ. പ്രിയരെ, ഇന്ന് പകൽക്കാലവും മറ്റെന്തിനേക്കാട്ടിലുപരി നാം സ്വർഗത്തിൽ അധിവസിക്കുന്ന വലിയവനായ ദൈവത്തെ കണ്ടോ? നാമും പറയും, കർത്താവേ, അടിയനെ അയക്കണമേ. ഹല്ലേലൂയ. അങ്ങയെക്കുറിച്ച് പറയാൻ, ഞാൻ കണ്ട, ഞാൻ ദർശിച്ച, ഞാൻ അനുഭവിച്ച, ഞാൻ ജീവിതത്തിൽ രുചിച്ചറിഞ്ഞ ദൈവത്തെക്കുറിച്ച് പറയാൻ എന്നെ ഒന്ന് അയക്കണമേ എന്ന് പറയാൻ നിങ്ങൾക്ക് സാധിക്കും. ഇന്ന് പകൽക്കാലവും യേശയ്യാവിനെ പോലെ ഒരു സ്വർഗീയ ദർശനം ദൈവം തരട്ടെ. 2, യേശയ്യാവ് വീണ്ടും കാണുന്നത് തന്നെയാണ് കാണുന്നത്. താൻ ഒരു പാപിയായ മനുഷ്യൻ. ഇതുവരെയും താൻ കണ്ടത്, ഇതിനു മുമ്പ് താൻ കണ്ടത് അകൃത്യഭാരം ചുമക്കുന്ന ജനത്തെ, വഷളത്വം നിറഞ്ഞ ജനത്തെ, ചുറ്റുപാടും പാപം നിറഞ്ഞ ജനത്തെ താൻ കണ്ടിട്ട് ഇതാ തന്നെ നോക്കിയിട്ട് പറയുന്നു, കർത്താവേ, ഞാനും അശുദ്ധിയുള്ള അധരമുള്ള മനുഷ്യനാണ്, എന്നെ ഒന്ന് ശുദ്ധീകരിക്കണം. തന്നെക്കുറിച്ച് തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് അവൻ ഉപേക്ഷിച്ചു. ഇന്ന് രാവിലെയും സ്വർഗീയ ദർശനം കണ്ട ഒരു ദൈവ പൈതലിന് സ്വന്തമായി തൻ്റെ പാപത്തെ ഏറ്റുപറഞ്ഞ് ദൈവത്തോട് അടുക്കുവാൻ ഒരു അഭിവാഞ്ച വേണം. അങ്ങനെയെങ്കിൽ കർത്താവ് നമ്മെ വേർതിരിക്കും. കർത്താവിൻ്റെ സാക്ഷിയായിരിക്കാൻ, കർത്താവിൻ്റെ വചനവുമായി പോകാൻ, കർത്താവിനെക്കുറിച്ച് പറയാൻ ഈ തലമുറയിൽ ദൈവം നമ്മെ തിരഞ്ഞെടുക്കും, ദൈവം നമ്മെ ഉപയോഗിക്കും. ഈ രാവിലെ നമുക്കും ഏറ്റുപറയാം, കർത്താവേ, അടിയനെ അയക്കണേ, അടിയനിതാ. ഒന്ന് വിളിച്ചു പറയാൻ പറ്റുമോ? ജീവിതത്തിൽ ഇന്നുവരെ കൊണ്ടുവന്ന ദൈവം, ആയുസ്സിൻ്റെ ഈ ദിവസം വരെ പരിപാലിച്ച ദൈവം, അവൻ്റെ സാക്ഷിയായിരിക്കാൻ നമ്മെ തിരഞ്ഞെടുത്തിരിക്കുക. ഈ അകൃത്യഭാരം ചുമക്കുന്ന ജനത്തിൻ്റെ നടുവിൽ, പാപം നിറഞ്ഞ ജനത്തിൻ്റെ നടുവിൽ ഒരു പാപിയായ നമ്മെ അവൻ തിരഞ്ഞെടുത്തു. നമ്മുടെ പാപത്തെ പോക്കി നമ്മെ കഴുകി വെടിപ്പാക്കി അവന് കൊള്ളാവുന്നവനായി നിൽപ്പാൻ ദൈവത്തിന് പദ്ധതിയുണ്ട്. അങ്ങനെയെങ്കിൽ ഇന്ന് രാവിലെ ഒരിക്കൽ കൂടെ താഴ്ത്തി സമർപ്പിക്കാം. കർത്താവിൻ്റെ വചനത്തെ നമുക്ക് പറയാം. അവൻ വിശ്വസ്തൻ, വാക്കുമാറാത്തവൻ, നമ്മെ എല്ലായിടത്തും എല്ലായ്പ്പോഴും ക്രിസ്തുവേശുവിൽ ജയോത്സവമാക്കി നടത്തും. God bless you. Amen.